يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാർ, ഉമ്മമാർ, നമുക്ക് വേണ്ടി പള്ളിയെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വീട് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരോടൊപ്പം നാളെ സ്വർഗത്തിൽ സംഗമിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതിപാദിച്ച വിഷയം ഇസ്റാ മിഅ്റാജ്. ഹബീബായ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ അവിടെ വരെ പോകുന്നതിനാണ് ഇസ്റാ എന്ന് പറഞ്ഞു. അതിന്റെ ഇടക്ക് ചെറിയ ലാൻഡിംഗ് നടത്തി, ചെറിയ ഇടത്താവളം 4 സ്ഥലങ്ങളിൽ ഹബീബായ തങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. മദീന, തൂരിസീന പർവ്വതം, ബൈത്തുൽ ലഹം. അതിനെ കുറിച്ചാണ് ഇന്ന് പറയേണ്ടത് എന്ന് കഴിഞ്ഞ ജുമഅക്ക് പറഞ്ഞെങ്കിലും വരുന്ന ചൊവ്വാഴ്ച മിഅ്റാജിന്റെ സുന്നത്തായ നോമ്പ് ഉള്ളതുകൊണ്ട് ആ വിഷയമാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, മൻ സാമ യൗമ 27 മിൻ റജബ്. റജബ് മാസത്തിലെ 27-ാം രാവിലുള്ള നോമ്പ് ആരെങ്കിലും ഒരാൾ നോക്കിയാൽ ഖതബല്ലാഹു ലഹു, അല്ലാഹു അവനിക്ക് രേഖപ്പെടുത്തുന്നതാണ് സിയാമ 60 ശഹ്റാ, 60 മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ വരുന്ന ചൊവ്വാഴ്ച സുന്നത്തായ നോമ്പ് നമ്മൾ എടുക്കണം. അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുകയുള്ളൂ. അതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ വസ്അ മിൻഹു സുമ്മ ഐനം ബസിറാ ഹത്താ അകൂന ലഹു ബിമിസ്ലി ഹർവലാ. എന്താ പറഞ്ഞത്? സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടാണ് എന്നിലേക്ക് അടുക്കുന്നതെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിൽ രേഖപ്പെടുത്തിയതായി അല്ലാമ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു തന്റെ റിയാദുസ് സാലിഹീൻ എന്ന കിതാബിൽ, ഹദീസിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ രേഖപ്പെടുത്തിയതിനെ ബൈത്തിന്റെ കോലത്തിൽ അൽഖിയ എന്ന് പറയുന്ന കിതാബിൽ മഹാനാവുന്ന സയ്യിദുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മസാല അബ്ദി, എന്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും ബിന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് എന്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? യഖ്റുബു, എന്നിലേക്ക് അടുക്കുന്നവനാകും. ഹത്താ അകൂന ലഹു, ഞാൻ ആവുന്നതുവരെ യദം വൽ അർജുലാ, അവന്റെ കൈയാവുന്നതുവരെ, അവന്റെ കാലാവുന്നതുവരെ, വസ്സംഅ മിൻഹു, അവന്റെ കേൾവിയാവുന്നതുവരെ, സുമ്മ ഐനം ബസിറാ, അവൻ കാണുന്നത്
എല്ലാം ഞാനാകുന്നതുവരെ എന്ന് പറഞ്ഞാൽ മഹാന്മാർ അങ്ങനെയല്ലേ, ഔലിയാക്കന്മാർ അങ്ങനെയല്ലേ, അമ്പിയാക്കന്മാർ അങ്ങനെയല്ലേ? നമുക്കറിയാലോ, ഇസ്രായിനെ പ്രതിപാദിച്ചപ്പോ സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കത്തിൽ പറഞ്ഞതെന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു തന്റെ അടിമയെ പ്രയാണം നടത്തി എവിടെ നിന്ന്? മസ്ജിദുൽ ഹറാമിൽ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അഖ്സ വരെ പ്രയാണം നടത്തിയില്ലയോ? എന്നിട്ട് എന്താ പറഞ്ഞത്? അല്ലദീ ബാറക്നാ. എങ്ങനത്തെ പള്ളിയാണെന്നറിയോ? മസ്ജിദുൽ അഖ്സ. ബാറക്നാ, അത് ബർക്കത്തുള്ളതാണ്. നമുക്ക് എന്തായാലും അറിയാം, ഈ ഭൂമിയിലെ ഏറ്റവും ബർക്കത്തുള്ളത് അല്ലാഹുവിന്റെ ഭവനമാണെന്ന് നമുക്കറിയാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു കണ്ടില്ലയോ? ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റുഭാഗത്തും അല്ലാഹു ബർക്കത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കട്ടയ്ക്കും കല്ലിനും ബർക്കത്ത് ചെയ്തെന്നല്ല പറഞ്ഞത്. അവിടെ ഒരുപാട് ഔലിയാക്കന്മാർ, ഒരുപാട് അമ്പിയാക്കന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട്. അവിടേക്കാണ് റസൂലുള്ളാഹി മസ്ജിദ് എന്നത് സിയാറത്ത് നടത്തിയിട്ടാണ് അതാ അല്ലാഹുവിന്റെ സിദ്റത്തുൽ മുന്തഖയും ഏഴാനാകാശവും കടന്ന് അല്ലാഹുവിന്റെ തജല്ലിയാത്താകുന്ന നൂറ് അതാ പ്രകാശിക്കാൻ വേണ്ടിയും പ്രദർശിക്കാൻ വേണ്ടിയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് കടന്നു പോകുന്നത്. ഇന്ന് ചില ആൾക്കാർ പറയും സുന്നത്തല്ലേ, സുന്നത്തിന് വിലയില്ല. ഫർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യുസാബു അലാ ഫിലിഹി വയുആദബു അലാ തർക്കിഹി. മാ യുസാബു അലാ ഫിലിഹി, ഒരാൾ പ്രവർത്തിച്ചാലേ അത് പ്രതിഫലം കിട്ടുള്ളൂ. ഫർദായ കാര്യം പ്രവർത്തിച്ചാൽ മാത്രമേ കൂലിയുള്ളൂ. ഫർദായ കാര്യത്തെ വയുആദബു അലാ തർക്കിഹി, ഒരാൾ ഫർദായ കാര്യത്തെ ഉപേക്ഷിച്ചാലോ അവന് ശിക്ഷ കിട്ടും. ഖസ്വലാത്തുൽ ഖംസ്, 5 വഖത്ത് നിസ്കാരം, സകാത്ത് കൊടുക്കൽ, റമദാൻ മാസത്തിൽ നോമ്പ് നോക്കൽ, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യൽ, ഇതൊക്കെ ഫർളാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂലിയില്ല. സുന്നത്ത് അങ്ങനല്ല. സുന്നത്തിലൂടെയാണ് അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. അങ്ങനെയാണ് മഹാന്മാരൊക്കെ അടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സിയാറത്തിനൊക്കെ പോകുന്നത്. ഇന്നത്തെ ഖുതുബയിൽ പ്രതിപാദിക്കുന്ന തവസ്സുലിനെ കുറിച്ചാണ്. സമയം വളരെ പരിമിതമാണ്. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സയ്യിദുൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ മാസാല അബ്ദി ബിന്നവാഫിൽ യഖൂമു ഹത്താ അകൂന ലഹു യതവൽ അർജുല. അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു നമ്മൾ ചോദിക്കുന്നതിനുടനടി മറുപടി നൽകുന്നു. നമ്മൾ സഞ്ചരിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ എല്ലാവിധ കാവലുണ്ടാകുന്നു. അതാണ് നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്ത് ഇളവേണ്ടി നമ്മൾ അല്ലാഹുവിനെ വിളിക്കുന്നത്. അവർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം, ഒരു ചീഫ് മിനിസ്റ്ററിനെ കാണാൻ നമുക്ക് പോകണമെങ്കിൽ നേരെ മൂപ്പരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റൂല, മൂപ്പരുടെ റൂമിലേക്ക് കഴിയില്ല. അതിന്റെ കീഴിലുള്ളവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധപ്പെടുത്തിയിട്ട് ചീഫ് മിനിസ്റ്ററെ കാണാൻ കഴിയുള്ളൂ. അതേപോലെയാണ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വരുന്ന ചൊവ്വാഴ്ച മിഅ്റാജിന്റെ സുന്നത്ത് നമ്മൾ എല്ലാവരും എടുക്കണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്, അല്ലാഹുവിനെ കണ്ട നബിയാണ്. അതിന്റെ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ നോമ്പ് നോക്കണം, ദിക്റുകൾ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അതുകൊണ്ട് സുന്നത്തല്ലേ, അത് തള്ളിക്കളയേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. അത് സ്വഹീഹല്ല, ദഈഫാണ് എന്നൊക്കെ പറഞ്ഞ് പല പുത്തനാശയക്കാര് എവിടെ നിന്ന് കുറച്ചാലും അവശബ്ദങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾ പിന്നാലെ പോകാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത ചരിത്രം അതേപടി ഒപ്പിയെടുത്ത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നാഥനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഖുതുബ ശ്രമിക്കാനും നമ്മളെ പള്ളിയെ സഹായിക്കാനും അങ്ങനെ പലരും നമ്മളെ സ്നേഹിക്കുന്നവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ റബ്ബേ പലരുമുണ്ട്. അല്ലാഹ് എല്ലാവരുടെയും വിവിധ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണം റഹ്മാനേ, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്.
പുരോഗതി നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈ ബന്ധം ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണമേ റഹ്മാനെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.